ഈ മനുഷ്യന് കളിച്ച ഫൈനൽ ഒക്കെ വിജയിച്ചിട്ടുണ്ട്. ഇന്നലെയും ഒരു കപ്പ് അദ്ദേഹം നേടി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ആളുകൾ വെറുക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. പലപ്പോഴും അഹങ്കാരി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിച്ച അതേ വീര്യത്തോടെയാകും വില്ലയ്ക്ക് വേണ്ടിയും കളിക്കാൻ പോകുന്നത് എന്ന് മത്സരത്തിന് മുമ്പേ പറഞ്ഞ മനുഷ്യനാണ് ഇദ്ദേഹം. അതോടെ ഇന്നലെയും അദ്ദേഹം ഒരു കിരീടം ചൂടുകയുണ്ടായി. ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി യൂറോപ്പ ലീഗ് അദ്ദേഹം സ്വന്തമാക്കി. മേ ബി അയാൾ മൈതാനത്ത് കാണിക്കുന്ന ചില പരിപാടിയൊക്കെയുണ്ട്, അതൊന്നും എല്ലാവർക്കും അങ്ങനെ ദഹിക്കണമെന്നില്ല. അതായിരിക്കാം അയാളെ ആളുകൾ വെറുക്കുന്നത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയൊന്നും ഫുട്ബോൾ കളിക്കാൻ പറ്റില്ലല്ലോ. മത്സരത്തിന് മുമ്പ് എന്ത് വാക്കാണോ ആരാധകർക്ക് അദ്ദേഹം നൽകുന്നത് അത് അയാൾ പാലിക്കുമെന്നാണ് വസ്തുത. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം റെഡിയാണ്. അർജന്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു, വേൾഡ് കപ്പ് നേടി. മെസ്സിക്ക് വേണ്ടി വേൾഡ് കപ്പ് നേടുമെന്ന് പറഞ്ഞു, നേടി. ആസ്റ്റൺ വില്ലയെ ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു, എത്തിച്ചു. യൂറോപ്പ ലീഗ് നേടിക്കൊടുക്കുമെന്ന് പറഞ്ഞു, അതും നേടിക്കൊടുത്തു. അവസാന മിനിറ്റ് വരെ ടീമിന് വേണ്ടി പോരാടുന്ന ഒരു എമിയുണ്ട്. അദ്ദേഹം പോസ്റ്റിൽ നിൽക്കുന്നത് എതിരാളികൾക്ക് പേടിയും ടീംമേറ്റ്സിന് കോൺഫിഡൻസും തരുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ടീമിൽ അഭിവാജ്യ ഘടകമാണ് എമി. അദ്ദേഹത്തെ പോലൊരു ഗോൾ കീപ്പറെ ഏതൊരു ടീമും ആഗ്രഹിക്കുന്നതാണ്. ശരിക്കും മൈതാനത്ത് അയാൾ ഒരു പോരാളിയാണ്, യോദ്ധാവാണ്, ടീമിനെ സംരക്ഷിക്കുന്ന വാരിയറാണ് അയാൾ. അദ്ദേഹം കരിയറിൽ 7 ഫൈനലുകളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ 7ലും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചു. 2019-20 ആർസണലിനോടൊപ്പം അദ്ദേഹം FA കപ്പ് ചാമ്പ്യനായി. 2020 ഷീൽഡ് സ്വന്തമാക്കി, അതും ആർസണലിനോടൊപ്പം തന്നെ. ഇനി നാഷണൽ ടീമിലേക്ക് എത്തുമ്പോൾ അർജന്റീനക്കൊപ്പം 2021 ബ്രസീലിനെ കീഴടക്കിക്കൊണ്ട് 2021 കോപ്പ അമേരിക്ക അദ്ദേഹം സ്വന്തമാക്കി. 2022 ഇറ്റലിയെ കീഴടക്കി, ഫൈനലിസിമ സ്വന്തമാക്കി. 2022 ഫ്രാൻസിനെ കീഴടക്കി, ലുസൈൽ സ്റ്റേഡിയത്തെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് വേൾഡ് കപ്പ് അദ്ദേഹം സ്വന്തമാക്കി. 2024 വീണ്ടും അദ്ദേഹം കോപ്പ അമേരിക്ക സ്വന്തമാക്കി. ഇപ്പോൾ ഇതാ 2026 ആസ്റ്റൺ വില്ലയോടൊപ്പം യൂറോപ്പ ലീഗും അദ്ദേഹം നേടിയെടുത്തിരിക്കുകയാണ്.